കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് പങ്കുവെക്കുന്നത്. കേരളത്തിലെ കുറച്ച് കത്തോലിക്ക സഹോദരിമാരുടെ അവരുടെ ഒരു നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഒരു കഥ. അതെ, ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർ നടത്തുന്ന ഒരു വലിയ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ സഹോദരിമാർ. അപ്പോൾ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയുള്ള ആ സുവിശേഷ വെളിച്ചത്തിലേക്ക് ഒന്നിച്ചിറങ്ങിച്ചെല്ലാം, അല്ലേ? തീർച്ചയായും. നമ്മൾ സംസാരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ തന്നെ കോഴിക്കോടിനടുത്ത് കാട്ടിപ്പാറ എന്നൊരു ഗ്രാമമുണ്ട്. കാട്ടിപ്പാറ? അതെ, കാട്ടിപ്പാറ. അവിടെ വിശുദ്ധ ഹൃദയ സഭയിൽ, അതായത് സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് എന്ന് പറയും, ആ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്. ഓക്കെ, ഇത് എന്നു മുതലാണ് പ്രവർത്തിക്കുന്നത്? ഇതിന്റെ ഒരു വ്യാപ്തി എന്താണ്? ഇത് 2007 തുടങ്ങിയത്. അപ്പോ ഏകദേശം ഒരു 17 വർഷത്തോളമായി. ഓഹോ. അതെ, ഇതുവരെ ഏകദേശം ഒരു 9,000-ലധികം ആളുകളെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയണത്. 9,000 പേർ, അത് വലിയൊരു സംഖ്യയാണല്ലോ. വളരെ വലിയൊരു സംഖ്യയാണ്. ഒരേ സമയം ഒരു 50 പേരെ അവിടെ താമസിപ്പിച്ച് ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോ എന്താണ് അവിടുത്തെ ചികിത്സാ രീതി? ഇത്രയധികം പേരെ സഹായിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? അവിടെ പ്രധാനമായിട്ടും ഒരു 23 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാമാണുള്ളത്. 23 ദിവസം? അതെ. ആ 23 ദിവസം കൊണ്ട് അവർ പല കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒന്ന്, മെഡിക്കൽ ഡീറ്റോക്സ്, അതായത് ശരീരത്തിൽ നിന്ന് വിഷാംശം കളയുന്നത്. അതെ, അതിന്റെ ബുദ്ധിമുട്ടുകൾ, വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള വൈദ്യസഹായം. പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, അത് വ്യക്തിഗതമായിട്ടും കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഫാമിലി സെഷനുകളും അതിന്റെ ഭാഗമാണ്. മെഡിക്കൽ, സൈക്കോളജിക്കൽ അല്ലാതെ വേറെന്തെങ്കിലും പ്രത്യേകതകൾ? ഉണ്ട്. ഗ്രൂപ്പ് തെറാപ്പി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയുള്ളവർ ഒരുമിച്ചിരുന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പിന്നെ സാമൂഹിക ഇടപെടലുകൾ, ഗാർഡനിംഗ് പോലെ, പൂന്തോട്ടമുണ്ടാക്കുക, ചെറിയ കളികളിൽ ഏർപ്പെടുക, ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു പരിശീലനം പോലെ. അതെ, സാധാരണ ജീവിതത്തിന്റെ ഒരു താളം വീണ്ടെടുക്കാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അവരുടെ ആത്മീയ സമീപനം. വിശുദ്ധ ഗ്രന്ഥങ്ങളെയും അതുപോലെ മറ്റ് യൂണിവേഴ്സൽ സ്പിരിച്വൽ ടെക്സ്റ്റുകളെയും അടിസ്ഥാനമാക്കിയുള്ള തെറാപ്പികളുണ്ട്. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? ഇത് വെറുമൊരു മതപരമായ കാര്യമല്ല, മറിച്ച് ആത്മീയമായൊരു ഉൾക്കാഴ്ച നൽകി അവരുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്താൻ സഹായിക്കുകയാണ് ലക്ഷ്യം. ഓക്കെ, ഇതിനൊരു ഏകദേശ ചെലവ്? ഏകദേശം ഒരു 22,000 രൂപയാണ് ഈ 23 ദിവസത്തെ പ്രോഗ്രാമിന് വരുന്ന ചെലവായിട്ട് പറയുന്നത്. അവരിതിനെ വെറുമൊരു ശീലമായിട്ടല്ല കാണുന്നത്, ഇതൊരു രോഗമാണ്. രോഗം? അതെ, വ്യക്തിയെ ആത്മീയമായും മാനസികമായും ശാരീരികമായും സാമൂഹികമായും, എന്തിന് ബന്ധങ്ങളെപ്പോലും പൂർണ്ണമായി ബാധിക്കുന്നൊരു രോഗം. ശരിയാണ്. അപ്പോ ചികിത്സയുടെ ലക്ഷ്യം ലഹരി നിർത്തുക എന്നതിനപ്പുറം പ്രാർത്ഥനയിലൂടെയും ആത്മീയ രൂപീകരണത്തിലൂടെയും വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ഒക്കെ, പിന്നെ ഏറ്റവും പ്രധാനമായി സ്നേഹത്തിലൂടെയും ആ വ്യക്തിയുടെ യഥാർത്ഥ മാന്യത, ആ ഐഡന്റിറ്റി വീണ്ടെടുക്കുക എന്നതാണ്. ആത്മീയമായൊരു വീണ്ടെടുപ്പ്. അതെ, ഇതൊരു ധാർമ്മിക പരാജയമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ളൊരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിവ് നൽകുന്നു. അത് വളരെ പ്രധാനമാണ്. രോഗികളുടെ സ്വകാര്യതയുടെ കാര്യമോ ചികിത്സാ സമയത്ത്? അത് വളരെ ഗൗരവത്തോടെയാണ് അവരെ കാണുന്നത്. ചികിത്സാ സമയത്ത് കുടുംബാംഗങ്ങൾക്കോ മറ്റ് സന്ദർശകർക്കോ സാധാരണയായി പ്രവേശനമില്ല. പൂർണ്ണമായും ആ വ്യക്തിയുടെ ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണത്. 23 ദിവസം കഴിഞ്ഞു ഡിസ്ചാർജായി, അതോടെ തീർന്നോ അവരുടെ ഉത്തരവാദിത്വം? അതോ തുടർന്നും പിന്തുണയുണ്ടോ? ഇല്ല, അവിടെയാണ് ഈ കേന്ദ്രത്തിന്റെ മറ്റൊരു വലിയ വിജയം. ഡിസ്ചാർജ് ആയാലും പിന്തുണ അവസാനിക്കുന്നില്ല. അതെങ്ങനെയാണ്? ആഴ്ചതോറും 12 ഘട്ട മീറ്റിംഗുകൾ, 12 സ്റ്റെപ്പ് മീറ്റിംഗുകളുണ്ട്. ലഹരി ഉപയോഗം നിർത്തിയവരുടെ ഒരു കൂട്ടായ്മയാണത്. ഓക്കെ, സപ്പോർട്ട് ഗ്രൂപ്പ് പോലെ. അതെ, പരസ്പരം താങ്ങും തണലുമായി നിൽക്കാൻ. പിന്നെ എല്ലാ മാസവും കുടുംബാംഗങ്ങൾക്കായിട്ട് ഒരു സംഗമമുണ്ട്. കുടുംബത്തിനും പിന്തുണ വേണമല്ലോ. തീർച്ചയായും. അതുപോലെ വാട്സാപ്പ് പോലെയുള്ള മെസ്സേജിംഗ് ഗ്രൂപ്പുകളിലൂടെ നിരന്തരമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ഫോളോ അപ്പ്. ഇതൊരു വലിയ കാര്യമാണ്. കാരണം പലപ്പോഴും വീണ്ടും പഴയതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. ശരിയാണ്. ഈ തുടർ പിന്തുണ ഒരു സാമൂഹിക ബോധവും ഉത്തരവാദിത്വവും വളർത്തും. വീണ്ടും ലഹരിയിലേക്ക് മടങ്ങാതിരിക്കാൻ അതൊരു വലിയ കോട്ട തന്നെയാണ്. ഈ കേന്ദ്രം തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു?
അതൊരു സിസ്റ്ററിന് ദൈവം കൊടുത്തൊരു ഉൾവിളിയിൽ നിന്നാണ് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ആഹാ. തുടക്കത്തിൽ രോഗികൾ വളരെ കുറവായിരുന്നു. സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ വിശ്വാസവും പിന്നെ പിന്മാറാത്ത ഒരു സ്ഥിരോത്സാഹവും അതാണ് ഈ സംരംഭത്തെ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ഇതിലൂടെ കടന്നുപോയവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ആ അനുഭവങ്ങൾ ശരിക്കും ഹൃദയസ്പർശിയാണ്. കൗമാരത്തിൽ മദ്യപാനം തുടങ്ങിയ ഒരാളുടെ ഭാര്യ പറയുന്നുണ്ട്, ഇടവകയിലെ സിസ്റ്ററും അവരും നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോയതെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കിട്ടിയത് സിസ്റ്റർമാരുടെ യാതൊരു വേർതിരിവുമില്ലാത്ത സ്നേഹമാണ്. അതൊരു സഹോദരനെപ്പോലെ നോക്കുന്ന പരിചരണം. ആ സ്നേഹമാണ് തന്നെ ഒരുപക്ഷെ ആത്മഹത്യയിൽ നിന്നോ വലിയൊരു അപകടത്തിൽ നിന്നോ രക്ഷിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ദൈവസ്നേഹം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ. അതെ. അതുപോലെ 17 വയസ്സിൽ മദ്യപാനം തുടങ്ങിയ മറ്റൊരാൾ, അദ്ദേഹം പറയുന്നത് മരുന്നിനേക്കാൾ കൂടുതൽ സിസ്റ്റർമാർ തന്നെ നിരന്തരം വിളിച്ചിരുന്നതും മെസ്സേജ് അയച്ചിരുന്നതും ആ സ്നേഹവുമാണ് തന്നെ പിടിച്ചു നിർത്തിയതെന്നാണ്. സ്നേഹമാണ് യഥാർത്ഥ മരുന്ന് എന്ന് പറയുന്നത് എത്ര ശരിയാണ്. തീർച്ചയായും. വിഷാദത്തിലായിരുന്ന ഒരു പ്രൊഫഷണൽ, അദ്ദേഹം അവിടെ ചെന്ന് തെറാപ്പിയിലൂടെയാണ് തിരിച്ചറിഞ്ഞത് ഈ മദ്യാസക്തി എന്നത് ഒരു രോഗമാണെന്ന്. അതൊരു ധാർമ്മിക വീഴ്ചയല്ല, ചികിത്സ വേണ്ട ഒന്നാണെന്ന്. ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് വലിയൊരാശ്വാസമായി. അതെ. സ്നേഹമാണ് യഥാർത്ഥ മരുന്നെന്ന ആ പാഠം അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നു. വേറെയും അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഉണ്ട്. ഒരു ഹോട്ടൽ മാനേജർ, അദ്ദേഹം കുറേ ഗവേഷണമൊക്കെ നടത്തിയാണ് ഈ കേന്ദ്രത്തെപ്പറ്റി അറിഞ്ഞത്. പ്രോഗ്രാം പൂർത്തിയാക്കി അദ്ദേഹം എടുത്തു പറയുന്നത് ആ തുടർ പരിചരണമാണ്, ആ ഫോളോ അപ്പാണ് തന്നെ വീണ്ടും ലഹരിയിലേക്ക് വഴുതി വീഴാതെ പിടിച്ചു നിർത്തിയത് എന്നാണ്. അപ്പോ ഈ തുടർ ചികിത്സയുടെ പ്രാധാന്യം വീണ്ടും വ്യക്തമാകുന്നു. വളരെ പ്രധാനം. പിന്നെ ഈ കേന്ദ്രത്തെക്കുറിച്ച് പഠനം നടത്തിയൊരു വിദ്യാർത്ഥി ആ സിസ്റ്റർമാരെ വിശേഷിപ്പിച്ചത് മാലാഖമാർ എന്നാണ്. മാലാഖമാർ? അതെ. ലഹരി കൊണ്ട് തകർന്നുപോയ കുടുംബങ്ങൾക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും തിരികെ നൽകുന്നവർ. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റർമാരുടെ പ്രവൃത്തികൾ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രഘോഷണം തന്നെയാണ്. തീർച്ചയായും. അവരുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമാണ്. അതെ. അപ്പോ ഈ ഒരു നിമിഷം ഈ സ്നേഹ ശുശ്രൂഷ ചെയ്യുന്ന ആ സഹോദരിമാർക്കായിട്ടും ഈ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്നവർക്കായിട്ടും അവരുടെ കുടുംബങ്ങൾക്കായിട്ടും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? തീർച്ചയായും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ഈശോയുടെ തിരുഹൃദയമേ, ലഹരിയുടെ ബന്ധനത്തിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകുന്ന സ്നേഹമുള്ള കരങ്ങളും അനുകമ്പയുള്ള ഹൃദയങ്ങളുമുള്ള കേരളത്തിലെ വിശുദ്ധ ഹൃദയ സഹോദരിമാരെ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സന്നിധിയിൽ ഉയർത്തുന്നു. സകല സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടമായ അങ്ങ് 2007 മുതൽ 9,000-ത്തിലധികം ആത്മാക്കൾക്ക് അന്തസ്സും പ്രത്യാശയും ജീവിതത്തിന്റെ പൂർണ്ണതയും വീണ്ടെടുക്കാൻ അവരുടെ ഈ ശുശ്രൂഷയെ പ്രചോദിപ്പിച്ചുവല്ലോ. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, തകർന്നവരെ ഒരു വിധിയില്ലാതെ കരുതലോടെ നയിക്കുകയും അവർക്ക് വൈദ്യസഹായം, കൗൺസിലിംഗ്, ആത്മീയ പോഷണം, പിന്നെ അങ്ങയുടെ സ്നേഹത്തിന്റെ ആ ഊഷ്മളത എന്നിവയൊക്കെ നൽകുകയും ചെയ്യുന്ന ഈ പ്രിയ സഹോദരിമാരെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കാട്ടിപ്പാറ ഗ്രാമത്തിൽ ആത്മീയമായും മാനസികമായും ശാരീരികമായും ക്ലേശിക്കുന്നവരെ ശുശ്രൂഷിക്കുകയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയും സമഗ്രമായ പരിചരണത്തിലൂടെയും ഒരു സ്നേഹസമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന അവരുടെ ദൃഢനിശ്ചയത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. ദിവ്യവൈദ്യനായ ഈശോയെ, ഈ വിശുദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരെയും ഇതിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണമേ. അവിടെ സേവനം ചെയ്യുന്ന സൈക്യാട്രിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും കൗൺസിലർമാർക്കും അങ്ങയുടെ ജ്ഞാനം നൽകണമേ. ലഹരിയിൽ നിന്ന് മോചനം തേടുന്ന ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും അങ്ങയുടെ കൃപ വർഷിക്കണമേ. ആഴ്ചതോറുമുള്ള മീറ്റിംഗുകളും മാസത്തിൽ നടക്കുന്ന ഒത്തുചേരലുകളും നിരന്തരമായ പിന്തുണയും വീണ്ടും ലഹരിയിലേക്ക് മടങ്ങുന്നതിനെതിരെ സ്നേഹത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും ഒരു കോട്ടയായി തുടരാൻ അനുഗ്രഹിക്കണമേ. എല്ലാവരോടുമുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന തിരുഹൃദയമേ, ഈ ശുശ്രൂഷയിലൂടെ സേവനം ലഭിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ലക്ഷ്യബോധത്തിന്റെയും സ്വന്തം വിലയുടെയും ഒരു പുതിയ അനുഭവം ജ്വലിപ്പിക്കണമേ. അതേ കർത്താവേ, സഹോദരിമാരെ പോലെ അവരുടെ എല്ലാം അന്തർലീനമായ മൂല്യം കാണാൻ അവരെ സഹായിക്കണമേ. സ്നേഹമാണ് യഥാർത്ഥ മരുന്ന് എന്ന അങ്ങയുടെ സൗഖ്യദായകമായ സത്യം സ്വീകരിക്കാൻ അവരെ നയിക്കണമേ.
പ്രാരംഭഘട്ടത്തിലെ പ്രതിസന്ധികളെ വിശ്വാസത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും തരണം ചെയ്ത് വളർന്നുവന്ന ഈ പ്രത്യാശയുടെ ദീപനാളത്തിന്റെ തുടർച്ചയായ വളർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഹൃദയ സഹോദരിമാരുടെ ഈ പ്രവർത്തനം അങ്ങയുടെ കാരുണ്യത്തിന്റെ ഒരു സാക്ഷ്യമായി തുടർന്നും ലോകത്തിൽ പ്രകാശിക്കട്ടെ. ലഹരി മൂലം തകർന്ന അനേകം കുടുംബങ്ങൾക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിലൂടെ, ഓ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങളിത് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തെ ഈ പങ്കുവയ്ക്കൽ നിങ്ങൾക്കേവർക്കും ഒരു പ്രചോദനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ദൈവസ്നേഹം എങ്ങനെയാണ് മുറിവുകൾ ഉണക്കുന്നതെന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതെന്നും നമ്മൾ കണ്ടു. അതെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വിശ്വാസപരമായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടാകുമല്ലോ. അവ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായേക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ്. soulfulscriptureseveryday@gmail.com തിരഞ്ഞെടുക്കുന്ന സാക്ഷ്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ വരും ദിവസങ്ങളിൽ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടും വരെ ദൈവകൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി.